മദ്രസയിൽ പഠിക്കാൻ കൊണ്ടുപോകുന്ന മുസ്ഹഫ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ മറ്റു കുട്ടികളെ ഏൽപ്പിക്കുന്നു. അവർക്കത് ഉളു ഇല്ലാതെ തൊടാമോ? പാടില്ല. പഠിക്കേണ്ട ആവശ്യത്തിന് മാത്രമേ ഉളു ഇല്ലാതെ മുസ്ഹഫ് തൊടാനും ചുമക്കാനും കുട്ടികൾക്ക് പറ്റുകയുള്ളൂ. മിക്ക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇത് കാണാം. നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അംഗീകൃത മറ ഇല്ലെങ്കിൽ മുസല്ല വിരിക്കണമല്ലോ. ടവൽ മാത്രം കൈവശമുള്ളവർ അത് മുസല്ലയാക്കുകയോ തലമറയ്ക്കുകയോ ചെയ്യേണ്ടത്. ആ ടവൽ മുസല്ലയാക്കി വിരിക്കുകയാണ് വേണ്ടത്. ഫതാവ കുബ്രയിൽ നിന്ന് ഇത് ഗ്രഹിക്കാം. നിസ്കാരത്തിന് ഉളു ഷർത്താണല്ലോ. എന്നാൽ ഉളുവിൻ്റെ നിയത്തിൽ ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുന്നു. ഷർത്തിനെ ഫർള് എന്ന് കരുതുന്നത് എങ്ങനെ ശരിയാവും? ഇവിടെ ഫർള് എന്നതിന് ഷർത്ത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആ പ്രയോഗം ശരിയാണ്. ഒരാൾ അല്പം സ്വത്ത് പള്ളി പരിപാലനത്തിനായി വഖഫ് ചെയ്തു. ഇന്ന പള്ളിയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ സ്വത്ത് ഏത് പള്ളിക്കും നൽകാമോ? പള്ളി നിജപ്പെടുത്താത്ത ആ വഖഫ് സാധുവല്ല. ചിലർ അത്തഹിയ്യാത്ത്, റുക്കൂഇലെ ദിക്ർ പോലെയുള്ളത് ഉറക്കെയാക്കുന്നത് കേൾക്കാം. അതിൻ്റെ വിധി എന്ത്? കറാഹത്താണ്. പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും ഇമാമിന് ഓത്തിൻ്റെ സുജൂദ് സുന്നത്തുണ്ടല്ലോ. ആ സുജൂദ് നിസ്കാരത്തിൻ്റെ അവസാനത്തേക്ക് പിന്തിക്കാൻ പറ്റുമോ? പറ്റും. മാത്രമല്ല അങ്ങനെ പിന്തിക്കൽ ഇമാമിന് സുന്നത്താണ്. മൗമൂമും ആശയക്കുഴപ്പത്തിലാവാതിരിക്കാൻ ഇത് നല്ലതാണ്. വ്യഭിചാരത്തിൽ ജനിച്ച പെൺകുട്ടിയെ ആ വ്യഭിചാരിക്ക് വിവാഹം കഴിക്കാമോ? വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. മതവീക്ഷണത്തിൽ അവൾ അവൻ്റെ മകളല്ല. പരിശുദ്ധ ഹജ്ജിന് പോയി ഹജ്ജ് കർമ്മത്തിനിടെ മിനായിൽ ചില വിഷമങ്ങൾ മൂലം കല്ലെറിയാൻ കഴിഞ്ഞില്ല. പകരം ഫിദിയ നൽകാനും കഴിഞ്ഞില്ല. അങ്ങനെ നാട്ടിൽ വന്നു. ഇനി എന്തു ചെയ്യും? നാട്ടിൽ നിന്ന് 10 നോമ്പ് അനുഷ്ഠിക്കണം. അതിൽ 3 തുടർച്ചയായും ബാക്കി 7 മക്കയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധാരണയിൽ വേണ്ടിവരുന്ന ദിവസം കഴിഞ്ഞ ശേഷവും അനുഷ്ഠിക്കണം. ചിലയിടങ്ങളിൽ തറാവേഹിന് ശേഷം 10 സ്വലാത്ത് ചെല്ലുന്നത് കേൾക്കാം. അങ്ങനെ സുന്നത്തുണ്ടോ? തറാവേഹ് നിസ്കാരത്തിന് ശേഷം എന്ന നിലയ്ക്ക് 10 സ്വലാത്ത് ചൊല്ലൽ സുന്നത്തില്ല. സുന്നത്തുണ്ടെന്ന് വിശ്വസിക്കാനും പാടില്ല. അതേസമയം സ്വലാത്ത് ചൊല്ലൽ എപ്പോഴും സുന്നത്താണല്ലോ. ആ നിലയ്ക്ക് ചെല്ലാവുന്നതാണ്. മറ്റൊരാളുടെ നിർബന്ധപ്രകാരം ത്വലാക്ക് ചൊല്ലിയാൽ ത്വലാക്ക് സംഭവിക്കുമോ? നിർബന്ധത്തിന് വഴങ്ങിയെന്നു പറയാൻ പറ്റുന്ന നിലയുണ്ടെങ്കിൽ ത്വലാക്ക് സംഭവിക്കില്ല. ജമാഅത്ത് നിസ്കരിക്കാൻ കമ്മിറ്റി ഭാരവാഹികൾ അധികാരപ്പെടുത്തിയ പള്ളിയിലെ ഇമാമിന് മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ മയ്യത്തിൻ്റെ അവകാശികളുടെ സമ്മതം ആവശ്യമാണോ? ഇമാം എന്ന നിലയ്ക്ക് അധികാരമുണ്ടോ? ഇമാം എന്ന നിലയ്ക്ക് അധികാരമില്ല. അവകാശികൾ സമ്മതം നൽകിയാൽ അധികാരമുണ്ടാവും. പുതിയ ഖബർ കുഴിക്കാൻ പൊതുമഖബറയിൽ സ്ഥലമുണ്ടായിരിക്കെ പഴയ ഖബർ മാന്തി അതിൽ മറവ് ചെയ്യാമോ? പഴയ മയ്യത്ത് നിശേഷം ദ്രവിച്ച ശേഷം പഴയ ഖബർ മാന്തി പുതിയ മയ്യത്തിനെ മറവ് ചെയ്യൽ അനുവദനീയമാണ്.